ശ്രീ ജേക്കബ് ജോർജ്, ഈ തെറ്റ് ശരി എന്നൊക്കെ പറയുന്നത് വളരെ ആപേക്ഷികമായ കാര്യമാണ്. ഇപ്പോൾ നേരത്തെ ശ്രീ ഷാജഹാൻ പറഞ്ഞതുപോലെ PM ശ്രീയിൽ ഉൾപ്പെടെ വളരെ കൃത്യമായൊരു നിലപാട് CPI എടുത്തിരുന്നു. പക്ഷേ CPM ആ നിലപാടല്ല CPM-നുണ്ടായിരുന്നത്. പിന്നീട് അവർ തിരുത്തിയെങ്കിലും അപ്പോൾ മൊത്തം തെറ്റുതിരുത്തലിൻ്റെ കാലമാണ്. ചർച്ചയിൽ മുഴുവൻ തെറ്റുതിരുത്തലാണ്. അത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവിക്ക് ശേഷം ഉൾപ്പെടെ ചർച്ചയാവുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് ഈ തെറ്റുതിരുത്തൽ അല്ലെങ്കിൽ തിരിച്ചുവരവ് ഇതൊക്കെ ചർച്ചയാവുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ CPI CPM തർക്കത്തിലെ പ്രതിപക്ഷ ഉപനേതൃ പദവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുന്നത് പിണറായി വിജയനെങ്കിൽ ഈ വിഷയത്തിൽ അതിന് സമാനമായ രീതിയിൽ ഒരു കാർക്കശ്യ നിലപാടെടുക്കുന്നത് MV ഗോവിന്ദനാണ്. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ ഒരു ആശയപരമായ വിരുദ്ധാഭിപ്രായമുള്ള ഒരു അച്ചുതണ്ട് രൂപപ്പെടുന്നു എന്നൊക്കെ ഇങ്ങനെ വായുവിൽ വാർത്ത നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവരുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് അവർ വർഗവഞ്ചകർ തന്നെയാണ് എന്നതാണ്. MV ജയരാജൻ പിന്നീട് മാറ്റി പറഞ്ഞെങ്കിലും ഇവരോട് ഈ പാർട്ടി കാണിക്കുന്ന കാർക്കശ്യത്തിന് തെറ്റെന്തെന്ന് പറയാതെ വർഗവഞ്ചന എന്ന ഒരൊറ്റ ഉടുപ്പിട്ട് ഒറ്റ ബ്രാക്കറ്റിനകത്ത് കൊണ്ട് നിർത്തുന്നത് എത്രത്തോളം ശരിയായ നിലപാടാണ്? ശ്രീജ, കണ്ണൂർ കേന്ദ്രമാക്കി കണ്ണൂർ ജില്ലയിലെ പാർട്ടി, കാരണം കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകമാണ് കണ്ണൂർ ജില്ലാ പാർട്ടി. ആ ഘടകത്തിൻ്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങൾ, രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടപടലം പൊളിഞ്ഞുപോയി. ഓർക്കണം, ചിലർ കാര്യമൊന്നുമല്ല. ബഹുമാനപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറയുന്നത് പോലെ അങ്ങനെ ഒറ്റവാചകത്തിൽ പറഞ്ഞ് ഇതിനെ കുറ്റപ്പെടുത്തി ഒതുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒന്നോ രണ്ടോ പേരല്ല, ഇത് സ്വന്തം നേർക്കും കൈ ചൂണ്ടേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണമുണ്ട് ശ്രീജ, എനിക്ക് കണ്ണൂർ പാർട്ടിയിൽ അത്യാവശ്യം നല്ല പഴയ ബന്ധങ്ങളുണ്ട്. ആ പഴയ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ശക്തമായ ബന്ധങ്ങളാണ്, സൗഹൃദങ്ങൾ. അവിടെ ഇങ്ങനെ ആൾക്കാരുടെ മനംമാറ്റവും ഒക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. അതിനുശേഷവും ഇപ്പോഴും അവിടെ ഞാൻ ഓരോ ആഴ്ച തോറും അവിടെ ഞാൻ പോകുമായിരുന്നു. ഒരു സമയമുണ്ടായിരുന്നു 90-കളിലൊക്കെ. അത് കണ്ണൂരിലെ പാർട്ടിക്കാരെ കാണുക, കണ്ണൂരിലെ CPM കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും. CPM മാത്രമല്ല കേട്ടോ, അവിടെ ഭയങ്കര കോൺഗ്രസ് രാഷ്ട്രീയമുണ്ട്. കത്തിമറിയുന്ന, കത്തിക്കുത്തിൽ വരെ കലാശിക്കുന്ന, കത്തിക്കുത്തെന്ന് പറഞ്ഞാൽ കൊന്നുകളയുക. ഞാനതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ബന്ധമാണ്, അടിത്തറയിലുള്ള ബന്ധമുണ്ട്. പക്ഷേ ഗോവിന്ദൻ മാഷ് ഒറ്റ വാക്കിൽ പറഞ്ഞത് തീരെ ശരിയായില്ല. അവിടെ അദ്ദേഹത്തിനും അതിനകത്ത് ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധം, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം അത് പാർട്ടിയിൽ പതുക്കെ ചർച്ചയായി വരുന്നുണ്ട്. അത് ദേശീയ തലത്തിലും ചർച്ചയാവുന്നുണ്ട്, സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലും ചർച്ചയാവുന്നുണ്ട് എന്ന കാര്യം ഒരു പക്ഷേ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട്. പക്ഷെ നടക്കുന്നുണ്ടെന്ന് നമ്മളെപ്പോലുള്ളവർക്കറിയാം. അത് പറഞ്ഞാലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. നേരത്തെ ശ്രീ അനിൽ ബോസ് സൂചിപ്പിച്ച ഒരു കാര്യം, അത് ഇതുമായി നേരിട്ട് ഞാൻ ചേർത്ത് വെക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ശ്രീ പിണറായി വിജയനെ പോലെ പരിണിത പ്രജ്ഞനായ, നിയമസഭയിൽ എത്രയോ പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പരിചയമുള്ള അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു മുതിർന്ന അംഗമായ KN ബാലഗോപാൽ എണീറ്റ് പറയുകയാണ്, LOP ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല, ഇവർ ഈ പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അത് സാധാരണ മട്ടിൽ ഒരു സൗമ്യമായ ഭാഷയിലുള്ള വിമർശനവുമായിരുന്നില്ല. എൻ്റെയൊക്കെ ഓർമ്മയിൽ നിയമസഭയിൽ ഇത്ര മുതിർന്ന നേതാവിന് നേരെ, അദ്ദേഹത്തെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ജൂനിയറായ ഒരു അംഗം ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് അത്ഭുതത്തോടെയാണ് ആ സമയത്ത് സഭയിലുള്ളവരും അല്ലാതെ കണ്ട നമ്മളൊക്കെയും കണ്ടത്. പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒരു ദുർബലമായ പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് എന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. പലപ്പോഴും അദ്ദേഹം ഒരു വാക്കൗട്ട് കഴിഞ്ഞ് പുറത്തേക്ക് പോയൊരു ഒരു പ്രസംഗം നടത്താനോ, അല്ലെങ്കിൽ നമുക്കറിയാം അത് മീഡിയ റൂമിൽ വന്ന് കാണുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു കുറേ കാലത്തെ നമ്മുടെ പരിചയത്തിലുള്ള ദൃശ്യങ്ങളുണ്ട്. അതൊന്നും ഈ സഭാ സമ്മേളനത്തിൽ കണ്ടില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ MV ഗോവിന്ദനും പിണറായി വിജയനുമെതിരെയാണ് ഈ ആരോപണങ്ങളുടെ മുന മുഴുവൻ തെറ്റുതിരുത്തലിൽ വന്ന് നിൽക്കുന്നത്. അവിടെ ശക്തമായൊരു മറുചേരി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ നിലപാടുകളോടെ ഇവരാണ് ഈ തോൽവിക്ക് കാരണമായത്, ചോദ്യം കുറച്ച് നീണ്ടുപോകുന്നുണ്ട്, ഇവരാണ് ഈ തോൽവിക്ക് കാരണമായത് എന്നതിലേക്ക് എവിടെയൊക്കെയോ ഉരുണ്ടുകൂടുന്ന ഒരു കാർമേഘങ്ങളുണ്ട് എന്ന് അങ്ങയുടെ നിരീക്ഷണത്തിൽ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറയാം. ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ.
പക്ഷെ അത് കെ എൻ ബാലഗോപാൽ വഴി പുറത്തു വരാനുള്ള സാധ്യതകൾ തീരെ ഇല്ല. പിന്നെ എന്താണ് കെ എൻ ബാലഗോപാൽ അങ്ങനെ പറഞ്ഞത്? അതൊരു യാദൃച്ഛികമായി പെട്ടെന്നുണ്ടായ ഒരു 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 റിമാർക്കാണ് എന്ന് അങ്ങ് കരുതുന്നോ? പെട്ടെന്നുണ്ടായതാവാം, അല്ലെങ്കിൽ ഏതായാലും ആലോചിച്ചുറപ്പിച്ച് അതുപോലെയുള്ള ഒരു വാചകം ആ സമയത്ത് ആ മുഹൂർത്തത്തിൽ, ആ മുഹൂർത്തം എന്നല്ല, ആ ഷാർപ്പ് പോയിന്റിൽ പറയാനുള്ള ഒരു ചാതുര്യം ബാലഗോപാലിനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ബാലഗോപാൽ അങ്ങനെ പറയുന്ന ആളല്ല. പക്ഷെ ഇപ്പോൾ അന്ന് നിയമസഭയിൽ എങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഞാൻ ബാലഗോപാലിനെ കണ്ടത് അതവിടെ നിൽക്കട്ടെ. ഈ മലപ്പുറത്ത് നടന്ന ഇ എം എസിന്റെ ലോകം എന്ന് പറയുന്ന സെമിനാറിൽ ഈ തെറ്റുകളൊക്കെ, അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെയുള്ള തെറ്റുകളൊക്കെ സംഭവിക്കുന്നതിനെ കുറിച്ച് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി എം.എ. ബേബി പറഞ്ഞ പ്രസ്താവന ആലോചിച്ചുറപ്പിക്കാതെ വെറുതെ പറഞ്ഞതാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അത് ഇങ്ങനെയായിരുന്നു: ഞാനുമായി ബന്ധമുള്ള ഒരു കാര്യം വരുമ്പോൾ അതിനൊരു വിമർശനത്തിന് സാധ്യതയുണ്ടെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അതിൽ വേണ്ട എന്ന് പറയേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് ദേശീയ സെക്രട്ടറി എം.എ. ബേബി പറഞ്ഞത് ആലോചിച്ചുറപ്പിക്കാതെ വെറുതെ വന്നതാണെന്ന് അങ്ങ് കരുതുന്നോ? എം.എ. ബേബി ഇതെല്ലാം ആലോചിക്കുന്ന ആളാണ്. പക്ഷെ ഇതൊന്നും പുറത്ത് പറയാറില്ല, സുഹൃത്തുക്കളോട് പോലും പറയാറില്ല. ഞാനും അദ്ദേഹമായിട്ട് നല്ല സൗഹൃദമുണ്ട്. പക്ഷേ എത്രയോ കാലമായിട്ട്, പണ്ട് ഗൗരിയമ്മയുടെ പ്രശ്നം വന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ഗൗരിയമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് വഴി എന്നിങ്ങനെ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഒരു സുഹൃത്ത് എന്ന നിലയിൽ, മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കാരണം അന്ന് ഗൗരിയമ്മ പുറത്താകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഞാൻ എഴുതിയ ലേഖനങ്ങളും ഇന്ത്യ ടുഡേയിൽ ഞാൻ എഴുതിയ ലേഖനങ്ങളും ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂകളും അഭിമുഖങ്ങളുമായിരുന്നു. അന്നൊരിക്കൽ ഗൗരിയമ്മ അവിടെ പ്രസംഗിക്കുകയാണ് ഇങ്ങനെ ദ്വീപുകളിൽ. ഞാനും എൻ്റെ ഫോട്ടോഗ്രാഫറും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഗൗരിയമ്മ പറയുക, ഇവനാണ് എന്നെ എഴുതി പുറത്താക്കിയത് പാർട്ടിയിൽ നിന്ന്. ഞാൻ വിചാരിച്ചു ആൾക്കാരെല്ലാം കൂടെ എന്നെ തല്ലുമെന്ന്. പക്ഷേ ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു കേട്ടോ. ഈ ദ്വീപ സമൂഹങ്ങളിലെ കുട്ടനാട്ടിലെ ആളുകൾ ഒത്തിരി കൂടി. പക്ഷേ ആരും ഒന്നും എന്നെ നോക്കി പോലും ഇല്ല, ഉപദ്രവിച്ചില്ല, ഒന്നും ചെയ്തില്ല. പക്ഷേ എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്, എന്നെക്കുറിച്ച് പറഞ്ഞതാണ്, ഇവനാണ് എന്നെ ഞാൻ പുറത്താകാൻ കാരണം ഇവനെ എന്നെക്കുറിച്ച് എഴുതിയതെന്ന്. അല്ല അത് പോട്ടെ. അങ്ങനെ അതുകൊണ്ടാണ് അന്ന് ബേബി എന്നോട് പറയുമായിരുന്നത്. ഇന്നിപ്പോൾ അതുപോലും കിട്ടുന്നില്ല അദ്ദേഹത്തെ. അദ്ദേഹം കൂടുതൽ ഡൽഹിയിലാണല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ബേബി പുതിയ CPM സംവിധാനത്തിൻ്റെ ഒരു കേന്ദ്രബിന്ദു ആകും എന്ന് കരുതുന്നവർ CPMൻ്റെ കണ്ണൂർ ഘടകത്തിൽ കൂടുതലുണ്ട്. കണ്ണൂർ ഘടകത്തിൽ മാത്രമല്ല, കണ്ണൂർ ഘടകത്തിൽ ഇതുപോലെയുള്ള ഒരു റിയാക്ഷൻ ഇല്ലാതെ കേരളത്തിലെ CPM ഇങ്ങനെ പരാജയപ്പെടുത്തില്ല, ഇങ്ങനെ അടിമതറി പോവുകയല്ല. അപ്പോൾ അവിടെ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഏത് ലെവലിലാണെന്നൊന്നും നമ്മൾക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല, അത് പാർട്ടിക്കാർ കണ്ടുപിടിക്കട്ടെ. പക്ഷേ അതിന് നേരെ കണ്ണടയ്ക്കുന്നത് ഒട്ടും ശരിയല്ല, രാഷ്ട്രീയമായിട്ട് തീരെ ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഗോവിന്ദ മാഷ് പറഞ്ഞത് ഒട്ടും രാഷ്ട്രീയമായി ശരിയല്ല. കാരണം അദ്ദേഹത്തിന് നേരെ യാഥാർത്ഥ്യങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നുള്ളതൊരു വലിയ വസ്തുതയാണ്. ഇതേക്കുറിച്ച് കണ്ണൂരിലെ CPM പാർട്ടികൾക്ക് നന്നായിട്ട് അറിയാം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു.